പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ രണ്ടര വർഷവും കൂടി അധികാരം അദ്ദേഹത്തിന് ബാക്കിയുണ്ടല്ലോ. ആ സമയത്ത് അദ്ദേഹം രാജിവെക്കുമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അബദ്ധമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഉളുപ്പുമില്ല ലജ്ജയുമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഉളുപ്പുമില്ല ലജ്ജയുമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 2026 മെയ് മാസം വരെ ഇനി എന്ത് ഭൂമികുലുക്കമുണ്ടായാലും അദ്ദേഹം രാജിവെക്കില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 2024 ജനുവരി 8 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദുരിതാശ്വാസ നിധി അതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വഴിവിട്ട് അത് ചെലവഴിച്ചത് എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ ഏതാണ്ട് 12ഓളം പേർക്ക് നോട്ടീസ് അയക്കുകയുണ്ടായി. ചീഫ് ജസ്റ്റിസും VG അരുണും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചത്. നമുക്കറിയാം, ആ കേസ് കുറച്ച് കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ കേസിൽ അവസാനം വന്ന് മുഖ്യമന്ത്രിയെയും കൂടെയുള്ള മറ്റു പ്രതികളെയും എല്ലാം വെറുതെ വിടുന്ന കേരളത്തിലെ ലോകായുക്തയുടെ വിധിക്കെതിരായി ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീമാൻ RS ശശികുമാർ നൽകിയിട്ടുള്ള അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇതുപോലെ മുഖ്യമന്ത്രിക്ക് ഈ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഓർമ്മയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ നോട്ടീസ് അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1987 മുതൽ കേരളത്തിൽ ഈ 2024 വരെ അധികാരത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രിമാർക്കും ഹൈക്കോടതി ഇതുപോലുള്ള കേസിൽ നോട്ടീസ് അയച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നോട്ടീസ് അയക്കുമ്പോൾ അത് നിർണായകമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ കേസിൻ്റെ വാദം അവസാനിക്കുന്നത് വരെയെങ്കിലും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതാണ്. പക്ഷേ അത് ധാർമ്മിക മൂല്യമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമല്ലേ അത് പറഞ്ഞിട്ടുള്ളൂ. അത് ധാർമ്മികതയ്ക്ക് തെല്ലെങ്കിലും പ്രാധാന്യം കാണുന്ന ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമല്ലേ അത് ബാധകമാകൂ. സുഹൃത്തുക്കളെ, ആദ്യമായി മുഖ്യമന്ത്രി ധാർമ്മിക മൂല്യമുള്ള ആളാണെങ്കിൽ എന്നുള്ളത് മാറി നിൽക്കേണ്ട, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളൊരു വാദം പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഇതിനു മുമ്പ് എത്രയോ മന്ത്രിമാർ രാജിവെച്ച് പോയിരിക്കുന്നു. ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമാൻ K കരുണാകരൻ രാജൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജിവെച്ചിട്ടുണ്ട്. അതിനുശേഷം എത്രയോ മന്ത്രിമാർ രാജിവെച്ചിരിക്കുന്നു. 2011-2016 കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി ബാർക്കോഴ കേസിൽ എങ്ങനെയാണ് രാജിവെച്ച് പോയത്? നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. ബാർക്കോഴ കേസിൽ അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ നടത്തിയ ഒരു പരാമർശമുണ്ട്, ഒരു വാക്കാൽ പരാമർശം, ഒരു ഓറലായിട്ടുള്ള ഒരു റെഫറൻസ്. എന്തായിരുന്നു അത്? അത് ഈ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള ഒരു വിഖ്യാതമായിട്ടുള്ള വാക്ക് വാദത്തിനിടയിൽ പരാമർശിക്കുകയായിരുന്നു കമാൽ പാഷ. ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിക്ക് രാജിവെക്കേണ്ടി വന്നു. അന്ന് ആ വാക്കാലുള്ള പരാമർശത്തിൻ്റെ പുറത്ത് KM മാണി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് പിണറായി വിജയൻ എന്ന് നമ്മൾ ഓർക്കണം. അതിനുശേഷം അതിനു മുമ്പ് 2001-2006 കാലഘട്ടത്തിലെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന KP വിശ്വനാഥൻ എങ്ങനെയാണ് രാജിവെച്ചത്? എന്തോ ചന്ദന മാഫിയയുടെ ഏതോ ഒരാൾ അന്ന് വനം മന്ത്രിയായിരുന്ന KP വിശ്വനാഥൻ്റെ ഓഫീസിലേക്കൊരു ഫോൺ കോൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് KP വിശ്വനാഥൻ എന്ന് പറഞ്ഞ വനം മന്ത്രി രാജിവെക്കുകയും അദ്ദേഹം പിന്നീട് രാഷ്ട്രീയം അവസാനിക്കുകയും അദ്ദേഹം അടുത്ത കാലത്ത് അന്തരിക്കുകയും ചെയ്തത്.
ആ 2001-2006 കാലഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കെ രാമചന്ദ്രൻ, അദ്ദേഹവും ഇതുപോലെ തന്നെ ലോകായുക്തയിൽ എന്തോ ഒരു വാദം നടന്നുകൊണ്ടിരുന്നതിനിടയിൽ ഏതോ ശുപാർശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ രാമചന്ദ്രനും അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിയായിട്ട് ആരോഗ്യമന്ത്രിയായിട്ട് രാജിവെക്കേണ്ടി വന്നത്. അതിനുശേഷമാണ് കെ എം മാണി രാജിവെച്ചത്. കെ എം മാണി ഒരു വാക്കാൽ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജിവെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു അഴിമതി കേസിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ആ കേസിൻ്റെ അന്തിമ വിധി വരുന്നത് വരെയെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാന്യത. എത്തിക്കലായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അതാണ് ചെയ്യേണ്ടത്. പക്ഷേ എത്തിക്സ്, ധാർമ്മികത, ഉളുപ്പ്, ലജ്ജ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഉള്ള ആളാണോ പിണറായി വിജയൻ? ഒന്നുമല്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഒന്നും ഒരു പുത്തരിയല്ല. കാരണം എന്താ? ഇനി പിണറായി വിജയൻ രാജിവെക്കണം എന്നും പറഞ്ഞൊരു ഹൈക്കോടതി വിധി വന്നാൽ പോലും പിണറായി വിജയൻ രാജിവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ പിണറായി വിജയൻ്റെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കി. 2006-ലോ 2007-ലോ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിക്കുന്നുണ്ട് VK ബാലിയുടെ നേതൃത്വത്തിൽ. അതിനെ തുടർന്ന് CBI അന്വേഷണം നടത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് വിധി വരുമ്പോൾ തന്നെ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ്. കാരണം CPM എന്ന് പറഞ്ഞൊരു വിപ്ലവ പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെട്ട ഒരു കേസിലാണ് CBI അന്വേഷണത്തിന് വിധി വന്നത്. അയാൾ അനങ്ങിയില്ല, അയാൾ പാർട്ടി സെക്രട്ടറി ആയി തുടർന്നു. അതിനുശേഷം 2008-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, CBI അന്വേഷിച്ചിട്ട് ലാവ്ലിൻ കേസിൽ 7ാം പ്രതിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ അന്വേഷണ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നപ്പോൾ പോലും അതിനെ പുച്ഛത്തോടെ തള്ളിക്കൊണ്ട് CPM എന്ന് പറഞ്ഞ വിപ്ലവ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയി തുടർന്ന ആളാണ് പിണറായി വിജയൻ. അപ്പോഴും അയാൾ രാജിവെച്ചില്ല. കാരണം അയാൾക്ക് ഉളുപ്പുമില്ലായിരുന്നു, ലജ്ജയുമില്ലായിരുന്നു. അതിനുശേഷം 2016-ലെ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര വിഷയങ്ങൾ വന്നു. സ്പ്രിംഗ്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വന്നു. എത്രയോ അഴിമതി ആരോപണങ്ങൾ വന്നു. ബ്രൂവറി അനുവദിച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു. അതിലൊന്നും അയാൾ രാജിവെക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചില്ല. അവസാനം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്ര ആരോപണങ്ങൾ വന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നു, അയാൾ അനങ്ങിയില്ല. ഡോളർ കള്ളക്കടത്ത് കേസ് വന്നു, അയാൾ അചഞ്ചലനായി ഇവിടെ തന്നെ ഇരുന്നു. ലൈഫ് മിഷൻ അഴിമതി കേസ് വന്നു, അയാൾ അനങ്ങിയില്ല, അഴിമതി അവിടെ തന്നെ ഇരുന്നു. അവസാനം ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിൽ കരിമണൽ കർത്താവിൽ നിന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് PV എന്ന് വന്നപ്പോൾ അയാൾ ഉളുപ്പില്ലാതെ പറഞ്ഞാൽ PV ഞാനല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അതായത് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ഈ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും എന്തെങ്കിലും മാന്യതയുള്ള ആളായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ലജ്ജയും ഉളുപ്പുമുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഈ കേസിൻ്റെ വാദം കഴിയുന്നത് വരെ, അതിൻ്റെ അന്തിമ വിധി വരുന്നത് വരെ ഞാൻ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കും എന്ന് പറയുമായിരുന്നു. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഉളുപ്പോ ലജ്ജയോ ഈ ധാർമ്മിക മൂല്യങ്ങളോ എന്തിനെങ്കിലും വില കൽപ്പിക്കുന്ന ആളാണോ അയാൾ? ഒന്നിനും വില കൽപ്പിക്കുന്ന ആളല്ല എന്നുള്ളത് കൊണ്ട് ഈ നോട്ടീസ് അയച്ചപ്പോഴും അയാൾ അവിടെ തന്നെ ഈ പാറക്കല്ലിരിക്കുന്നത് പോലെ അവിടെ തന്നെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇനി നാളെ ഈ കേസിൽ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തു എന്നുള്ള വിധി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചാൽ പോലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും എന്നുള്ള ഒരു വിശ്വാസവും പൊതുപ്രവർത്തകനായിട്ടുള്ള എനിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരുപക്ഷെ അയാൾ രാജിവെക്കണമെന്നുള്ള വിധി വന്നിട്ട് അയാൾ രാജിവെക്കാതിരിക്കുമ്പോൾ അയാളുടെ പോളിറ്റ് ബ്യൂറോയോ അയാളോട് രാജിവെക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ രാജിവെക്കാൻ സാധ്യതയുള്ളൂ. അല്ലാതെ കോടതിയിൽ നിന്ന് രാജിവെക്കണമെന്നുള്ള വിധി ഉണ്ടായാൽ പോലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കും എന്ന് ഒരു അണുവിട പോലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിക്കുന്നില്ല സുഹൃത്തുക്കളെ.